62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനൊരുങ്ങി കൊല്ലം. 15 വർഷങ്ങൾക്ക് ശേഷം ദേശിംഗനാട് ആതിഥ്യമരുളുന്ന കലോത്സവം ചരിത്രത്തിലെ ഏറ്റവും മികച്ച കലോത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. കലോത്സവ നഗരിയിലെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായെന്ന് കണ്ടുവരാം. അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന് അഷ്ടമുടിയുടെ കായലോരങ്ങളിൽ വേദി ഒരുങ്ങുകയായി. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൊല്ലം നഗരം മേളയ്ക്ക് ആതിഥേയത്വം അരുളുകയാണ്. ഇനി 5 നാൾ ദേശിംഗനാട് കൗമാര കലയുടെ വർണ്ണ വിസ്മയം തീർക്കും. ായിരുന്നു കൗമാര കലാമാമാങ്കത്തിന് ഇതിനു മുമ്പ് കൊല്ലം അരങ്ങൊരുങ്ങിയത്. വീണ്ടും ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം കൂടി കൊല്ലത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൊടിപൊടിക്കുകയാണ്. ആ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയെന്നും കലോത്സവ വേദികൾ ഏതൊക്കെയെന്നുമൊക്കെ ഒന്ന് കണ്ടുവരാം. കൊല്ലം പൂരത്തിന് ഇനി മാസങ്ങൾ കാത്തിരിക്കണമെങ്കിൽ ആ പൂരത്തിനപ്പുറം ഒരു പൂരത്തിന് ദേശിംഗനാട്ടിൽ കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കലാമാമാങ്കമാണ്. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ഏതാണ്ട് 14,000-ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ പങ്കെടുത്തിരുന്നു. കൊല്ലത്തും അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 20ഓളം വരുന്ന കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. കുറ്റമറ്റതായും പരാതിരഹിതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഭക്ഷണം അക്കാര്യത്തിൽ പരാതിയില്ലാതെ നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫലപ്രഖ്യാപനം, ജഡ്ജസിൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലായിരിക്കും കലോത്സവം അവസാനിക്കുന്നത്. മത്സരത്തിനൊരുങ്ങിയിട്ടുള്ള 24 വേദികൾക്കും കൊല്ലത്തിൻ്റെ സ്വന്തം കലാകാരന്മാരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതിലൊന്നാം വേദി കരിമണലിൻ്റെ നാട്ടിലെ കവി ONV കുറുപ്പിൻ്റേതാണ്. കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ ഒരുക്കങ്ങളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണങ്ങളൊക്കെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും സംഘാടക സമിതിയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെ അവരുടെ മേൽനോട്ടത്തിലൊക്കെ തന്നെയാണ് ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ 12,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വേദിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 3,000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഫുഡ് കമ്മിറ്റിയുടെ ക്രേവൺ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ അവിടെ തന്നെ ഭക്ഷണശാല നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും മീഡിയകൾക്കും പത്രങ്ങൾക്കുള്ള ഈ കാണുന്നതെല്ലാം പത്രക്കാർക്കൊക്കെ ഉള്ളതാണ്. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗൈറ്റ് വിക്ടേഴ്സ് ഇവർക്കൊക്കെയുള്ള പവലിയനുകളാണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രഗത്ഭരായ കലാകാരന്മാർ വിവിധ വേഷങ്ങൾ പകർന്നാടിയ ചരിത്രത്തിൽ ഇടം പിടിച്ച സോപാനം ഓഡിറ്റോറിയത്തിലാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരങ്ങൾ അരങ്ങേറുക. സോപാനം ഓഡിറ്റോറിയത്തിലെ നാടകവേദിക്ക് നാടകാചാര്യൻ O മാധവൻ്റെ പേരാണ്. O മാധവൻ്റെ മകനും നടനും കൊല്ലത്തിൻ്റെ സ്വന്തം MLAയുമായ M മുകേഷിന് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘാടകൻ്റെ വേഷമണിയാൻ കഴിഞ്ഞത് നിയോഗമായി കാണുകയാണ്. ഈ അടുത്ത സമയത്ത് ഒരു കണക്കെടുത്തിരുന്നു. അപ്പം കഥകളിയുടെ ഉത്ഭവം കൊല്ലമാണ്. നാടകം, കഥാപ്രസംഗം, നൃത്തം, അങ്ങനെ സിനിമ, ഇങ്ങനെ എല്ലാ മേഖലകളിലും മുഖം കൊണ്ട്, എക്സ്പ്രഷൻ കൊണ്ട്, അഭിനയം കൊണ്ട് കേരളവും കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ജന്മം നൽകുകയും ഇപ്പം ഉള്ളവരും ഇനിയും വരാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കലാ നഗരമാണ്, അല്ലെങ്കിൽ കലാ ഡിസ്ട്രിക്റ്റാണ് കൊല്ലം. അപ്പോൾ അവിടെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കമായിട്ടുള്ള ഈ ഒരു മേള ഇവിടെ കൊല്ലത്ത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം MLA എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും മാത്രമല്ല, കൊല്ലംകാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നതാണ്. നഗരവട്ടത്തിൽ തന്നെയുള്ള CSI കൺവെൻഷൻ സെൻ്ററും ടൗൺ ഹാളും വിമല ഹൃദയ ഗേൾസ് HSസും ക്രിസ്തുരാജ് HS ഓഡിറ്റോറിയവും ഗവൺമെൻറ് ഗേൾസ് HSസും കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബും എന്നു വേണ്ട ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരെ
വേദികൾ ഒരുങ്ങിയിട്ടുണ്ട്. പഴയിടത്തിൻ്റെ രുചിയൊരുക്കി ക്രേവൺ ഹൈസ്കൂളാണ് ഭക്ഷണപ്പുരയായി ക്രമീകരിച്ചിട്ടുള്ളത്. 2200 പേർക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 10 ക്യാബിനുകളിലാണ് നടക്കുന്നത്. അത് 10 സ്ഥലങ്ങളിൽ കുട്ടികളും ഒരെണ്ണം ജഡ്ജസ് അതുപോലുള്ള ഒഫീഷ്യൽസിന് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുകയാണ്. പാസ് മൂലമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. 20,000-ഓളം ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുറ്റമറ്റ രീതിയിൽ മികച്ച മേളയാക്കി കൊല്ലം കലോത്സവത്തെ മാറ്റിയെടുക്കാൻ തീവ്ര പരിശ്രമത്തിലാണ് സംഘാടകർ. മികച്ച ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയൊക്കെ മേളയുടെ അപ്പോഴുള്ള വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ സംഘാടകർ ഒരുക്കി കഴിഞ്ഞു. ഈ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പരമാവധി പരാതിരഹിതമായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ആപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ആർക്കും എപ്പോഴും ഏത് സമയമാണ്, ഏത് വേദിയിൽ, ഏത് ഐറ്റം, ഏത് വേദിയിൽ, എത്ര മണി മുതൽ കൃത്യമായി അറിയാൻ കഴിയുന്ന, ആർക്കും പബ്ലിക്കിനുൾപ്പെടെ അറിയാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കൃത്യം 9:30 തുടങ്ങുമെന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കും. ചെസ് നമ്പർ വിളിക്കുമ്പം ആബ്സെൻ്റായി മാറി നിൽക്കുക, എന്നിട്ട് പിന്നെ വന്ന് മത്സരിക്കുക. ഇത് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ. വിളിക്കുമ്പോൾ ആൾ അന്നേരം അവിടെ ഇല്ലെങ്കിൽ അല്ല, അപ്പോഴേ ക്യാൻസലാണ്. മത്സരങ്ങൾക്കപ്പുറം ചില സർപ്രൈസ് സെലിബ്രിറ്റികളൊക്കെ മത്സരാർത്ഥികളെയും മത്സരം കാണാനെത്തുന്നവരെയും ഒക്കെ നേരിൽ കാണാൻ എത്തുന്നുണ്ട്. ഈ അറിഞ്ഞതിലും പറഞ്ഞതിലുമൊക്കെ ഏറെയുണ്ട് കൊല്ലത്തെ കലോത്സവ വിശേഷങ്ങൾ. അതൊക്കെ നേരിട്ടറിയാൻ എല്ലാവരും 4-ാം തീയതി തന്നെ കൊല്ലത്തേക്ക് വായു. കശുവണ്ടിയുടെ സ്വന്തം നാട്ടിൽ നിന്നും കലയുടെ സ്വന്തം തട്ടകത്തിൽ നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.